എന്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി? സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്ന ടൈറ്റിലിൽ ക്രിസ്ത്യൻ സിലിയിൽ നടന്ന സമഗ്രമായ വേദപുസ്തക പഠന പരമ്പര തുടങ്ങിയിട്ട് ഇത് 5 വർഷമായി. അതിൻ്റെ 7ാമത്തെ ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്ന്, അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന്, കാനഡയിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, ന്യൂസിലൻഡിൽ നിന്ന്, അതുപോലെ ഇന്ത്യയുടെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിൽ നിന്നും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, വെസ്റ്റേൺ യൂറോപ്പിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, ഇറ്റലിയിൽ നിന്നൊക്കെ ധാരാളം സ്റ്റുഡൻസ് ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നുണ്ട്, ഇസ്രയേലിൽ നിന്ന് പോലും. അപ്പം ഇതിൻ്റെ റെലവൻസ് നമുക്കിപ്പം ഇഷ്ടംപോലെ ബൈബിൾ കോളേജുകളുണ്ടല്ലോ, ധാരാളം. മാത്രമല്ല നമുക്ക് ഒരുപാട് കറസ്പോണ്ടൻസ് കോഴ്സസ് ഉണ്ട്. അതുപോലെ BTH, MTH, MDU തുടങ്ങിയ ശ്രേഷ്ഠകരമായ ബിരുദങ്ങൾ നൽകുന്ന വലിയ പ്രോഗ്രാംസ് ഉണ്ട്. അതിനിടയ്ക്ക് ഈ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്നൊരു പ്രോഗ്രാമിൻ്റെ പ്രസക്തി എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഒരു പക്ഷെങ്കിൽ ഇതിനെപ്പറ്റി അധികം അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രോഗ്രാം എന്താണെന്ന് ഒരു വളരെ ബ്രീഫായ ഇൻഫർമേഷൻ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തരുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ വേദപുസ്തകം അതിൻ്റെ എഴുതിയ ഭാഷയിൽ എന്ന് പറയുമ്പോൾ 87.5% വിശുദ്ധ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് എബ്രായ മൂലഭാഷയിലാണ്. ആ അറിവ് നമുക്ക് മുമ്പ് ലഭിച്ചിട്ടില്ലായിരുന്നു. പിൽക്കാലത്ത് വന്നതായ റിസർച്ച്, അതായത് 1948 ഇസ്രായേൽ രാജ്യം ഫോം ചെയ്തിട്ടു ശേഷം, അതിനുമുമ്പ് തുടങ്ങി ബിബ്ലിക്കൽ ആർക്കിയോളജി തുടങ്ങി. അതിനുശേഷമാണ് ബിബ്ലിക്കൽ ആർക്കിയോളജി ശക്തമാകുന്നത്. കുഴിച്ചെടുത്ത് കിട്ടുന്ന ഓരോ പുതിയ ഇൻഫർമേഷനിലാണ് നമുക്ക് ഇത്രയും വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ ഒറിജിനൽ ഹീബ്രുവിലാണ് എഴുതിയെന്ന് നമുക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങൾ പോലും, പൗലോസിൻ്റെ തെസ്സലോനിക്ക ലേഖനത്തിനൊക്കെ ഡിക്റ്റോ ഹീബ്രു ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ റീസെൻറ്റ് ടൈമിൽ വരെ, ഒരു 20 വർഷം മുമ്പ് നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുപോലെ ബൈബിൾ സ്റ്റഡികൾ, ബൈബിളിൻ്റെ ഒറിജിനൽ ഭാഷയെപ്പറ്റിയും ആദ്യ മാനുസ്ക്രിപ്റ്റിനെ പറ്റിയുള്ള റിസർച്ച് സ്റ്റഡി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒറിജിനൽ ലാംഗ്വേജിൽ, മൂലഭാഷയിൽ എഴുതിയിരിക്കുന്ന അർത്ഥവും നമുക്ക് ട്രാൻസ്ലേഷനിലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും തമ്മിൽ ധാരാളം ഡിഫറൻസസ് ഉണ്ട്. അത് ട്രാൻസ്ലേഷൻ്റെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മിസ്റ്റേക്കോ അല്ലത്, മറിച്ച് വിശുദ്ധ എബ്രായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് അതിന് തത്തുല്യമായ ഒരു വാക്കിൽ പരിഭാഷപ്പെടുത്താൻ ലോകത്തിൽ വേറെ ഒരു ഭാഷയിലും പദങ്ങളില്ല. അപ്പോൾ നമുക്കതിൻ്റെ ആശയം മനസ്സിലാക്കി പറയുകയല്ലാതെ ഡിക്റ്റുമായിട്ട് ഒരുപാടും ട്രാൻസ്ലേഷന് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു കാര്യം ഉണ്ടായത്, നമുക്ക് ട്രാൻസ്ലേഷൻ വേർഷൻസ് നമുക്ക് ധാരാളം ഡിഫറൻസ് കാണാൻ കഴിയുന്നത്. എൻ്റെ തന്നെ ക്രിസ്ത്യൻ തെലീറ്റിലെ എൻ്റെ ഇരുന്നതായ ബൈബിൾ ഇൻസൈറ്റിൻ്റെ വീഡിയോയിൽ, അതുപോലെ പവർ വിഷൻ ചാനലിൽ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാംസിലൊക്കെ ഇതിനെ ധാരാളം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വിശുദ്ധ വേദപുസ്തകം അതിൻ്റെ എഴുതിയ ഭാഷയിൽ, എഴുതിയ പശ്ചാത്തലത്തിൽ, ചരിത്ര പശ്ചാത്തലത്തിൽ, സാമൂഹ്യ പശ്ചാത്തലത്തിൽ, അതിൻ്റെ റിലീജിയസ് ആയ കോണ്ടെക്സ്റ്റിൽ ഒക്കെ പോയി മാത്രമേ നമുക്ക് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതൊക്കെ ഭാഗികമാണ്. ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, ഭാഗികമായി പഠിച്ചുകൊണ്ട് അത്രയെങ്കിലും പഠിക്കാൻ കഴിഞ്ഞല്ലോ എന്ന്. തീർച്ചയായിട്ടും ഞാൻ ആ ഭാഗികമായ അറിവിനെ ഒരിക്കലും തിരസ്കരിക്കുന്നില്ല. പക്ഷെ സാരമായ അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ക്രിസ്ത്യ ലോകം നേരിടുന്ന അനേക വെല്ലുവിളികൾ, ഒന്ന് ഇസ്ലാമിക് ചലഞ്ചാണ്. ഇസ്ലാമിക ലോകം നമ്മളെ വിളിക്കുന്ന വെല്ലുവിളിയാണ്. അവർ ചോദിക്കും, നിങ്ങളുടെ യേശു ക്രിസ്തു ദൈവമാണോ, സൃഷ്ടാവാണോ, സൃഷ്ടിയല്ലയോ? നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ശരിയാ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ബൈബിൾ പറഞ്ഞിരിക്കുക അല്ലേ? ഇനിയും യഹോവ പണ്ട് തൻ്റെ പ്രവൃത്തിയുടെ ആരംഭത്തിൽ എന്നെ ഉളവാക്കി എന്ന് സദൃശവാക്യത്തെ പറഞ്ഞിരിക്കുക. സകല സൃഷ്ടിയുടെയും ആദ്യജാതനെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും ഈ വാക്കുകളുടെ ഒക്കെ എന്താ തെളിയിക്കുന്നത്? യേശു ക്രിസ്തു പിതാവ് ജനിപ്പിച്ച പുത്രനാണെന്നാണ്. പക്ഷെ ഇതെല്ലാം അങ്ങനെ വരാൻ കാരണം ട്രാൻസ്ലേഷനിൽ വന്നതായ എറേഴ്സ്, ഞാൻ മിസ്റ്റേക്ക് എന്ന് പറയത്തില്ല കേട്ടോ, എറേഴ്സാണ്. നമ്മൾ ദാവീദ് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയ ആ ഭാഗം ഒന്നെടുത്തേ, ഹയോം എല്ലദ്ധിക്ക എന്നുള്ളതിന് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന അല്ല അർത്ഥം.
ആ കോണ്ടെക്സ്റ്റ്, പ്രൊഫറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എടുക്കണം. അതിൻ്റെ പ്രൊഫറ്റിക് കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് ഒറിജിനൽ ലാംഗ്വേജിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുമ്പോൾ അവിടെ ജനിപ്പിച്ചിരിക്കുന്ന അർത്ഥമേ ഇല്ല. അതുപോലെ പണ്ടുകൊണ്ട് തന്നെ ഉളവാക്കുന്ന ബൈബിൾ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളിവിടെ ഇസ്ലാമിക് വേൾഡിൻ്റെ മുമ്പിൽ തലകുനിച്ചു പോകാൻ കാരണം നമ്മുടെ തിരുവെഴുത്തുകളിൽ മൂലഭാഷയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് അറിയാതെ പോയി എന്നുള്ളതാണ്. അത് നമ്മുടെ മിസ്റ്റേക്കാണ്. അപ്പോൾ അവരത് അഡ്വാൻറ്റേജ് എടുക്കുന്നു. ഇതുപോലെയാണ് നിരീശ്വരവാദികളും പരിണാമവാദികളും. ഇപ്പം പരിണാമവാദികൾ ഉയർത്തുന്ന എല്ലാ ആർഗ്യുമെൻറ്റും വിശുദ്ധ തിരുവെഴുത്തിൻ്റെ എബ്രായ ഭാഷയുടെ എന്തെങ്കിലും ഒരു ബോധമുള്ള ആൾക്ക് ഒരു ചെറിയ നോളജ് മതി ഭരണാവസ്ഥത്തെ മുഴുവൻ തകർന്നു പോകാൻ ഒരു ചെറിയ ഒരു പേഴ്സൺ നോളജ് നമുക്ക് വിശുദ്ധ എബ്രായ ഭാഷ ബൈബിൾ അറിയാമെന്നുണ്ടെങ്കിൽ തകർന്നു പോകും. അവർക്ക് നമ്മുടെ ഉപയോഗം പിടിച്ചു ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന വെല്ലുവിളി, നമ്മുടെ യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളി, അവർ സ്കൂളിലും കോളേജിലും ചെല്ലുമ്പോൾ ഇതൊക്കെയാണ് പഠിക്കുന്നത്. തിരിച്ച് വീട്ടിൽ വന്ന് ചോദിച്ചാൽ അപ്പനും അമ്മയ്ക്ക് ഇതിന് മറുപടി തരാൻ പറ്റുമോ? ഇപ്പം ഞങ്ങൾ പാസ്റ്റർമാരുടെ അടുത്ത് വന്നാൽ പലപ്പോഴും ആക്സസബിൾ അല്ലെങ്കിൽ മറുപടി കിട്ടത്തില്ലെന്ന് ഞാൻ തീർത്തും പറയത്തില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മുഴുവനും ഇന്ന് വിശ്വാസം വിട്ടുപോകുന്നൊരവസ്ഥയാണ്. ഈ ക്രൈസിസ് അഡ്രസ് ചെയ്യാൻ നമ്മൾ അവരെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ അവർ പേഗൻസ് ആയിട്ട് പോവുക, ഒന്നുമില്ലാത്ത അപരിഷ്കൃതർ മാറിപ്പോകാൻ പോവുക. കാര്യം വിശുദ്ധ വേദപുസ്തകത്തിന് നിജസ്ഥിതി തെളിയിച്ചുകൊണ്ട് ഇസ്ലാമിക് വേൾഡിൻ്റെയും കമ്മ്യൂണിസ്റ്റ് വേൾഡിൻ്റെയും അതുപോലെ ഈ എത്തിസ്റ്റിക് വേൾഡിൻ്റെയും ചോദ്യങ്ങൾക്ക് മറുപടി വരെ നമുക്ക് കഴിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ തിരുവെഴുത്തുകൾക്ക് പിന്നെ പ്രസക്തിയില്ല. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളൊരു സ്കോളർ ആകണ്ട. നിങ്ങൾക്ക് BTH MTH MD അതൊക്കെ എടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഒന്നും വേണ്ട. വിശുദ്ധ തിരുവെഴുത്തുകൾ നിങ്ങളാ പറഞ്ഞ ഭാഗം അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ, പശ്ചാത്തലത്തിൽ, ഹിസ്റ്റോറിക്കൽ സെറ്റിങ്ങിൽ എന്താ പറഞ്ഞിരിക്കുന്നത്. ഒരു മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഉള്ള ഒരു പരിഭാഷ വായിച്ചുകൊണ്ട് വേദപുസ്തകത്തെ ചോദ്യം ചെയ്യാൻ വരരുത്. അത് എഴുതിയ ഒരു ഭാഷയും അതിൻ്റെ മാനുസ്ക്രിപ്റ്റും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതറിയാവുന്ന ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ വെല്ലുവിളിക്കാൻ വരരുതെന്ന് പറയാൻ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും പ്രാപ്തരാകണം. ഇതാണ് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പം സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയുടെ ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്തുകൾ എന്ന് പറയുന്നു. ഈ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒക്കെ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ, നമ്മളൊരു കോഴ്സിന് പഠിക്കുന്നുണ്ടേ, പരീക്ഷ പാസ്സാകണം, ഇത്ര ശതമാനം എങ്കിലും ആ സബ്ജക്റ്റിൽ നോളജ് ഉണ്ടായിരിക്കണം. അപ്പം പലതിനും 60% നമുക്ക് നോളജ് ഉണ്ടെന്ന് തെളിയിച്ചാൽ ഫസ്റ്റ് ക്ലാസ് കിട്ടും. ഇനി 80% നോളജ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് അതിനേക്കാൾ വലിയൊരു എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഒരു ഗ്രേഡ് കിട്ടും. 50% ആണ് സെക്കൻഡ് ക്ലാസ് കിട്ടും. ഇതുപോലെ നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചു, നമ്മൾ ദൈവവേദരായ ശേഷം ഈ വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മൾ ആഴമായി പഠിക്കണം. എന്തിന്? നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ രക്ഷിക്കപ്പെട്ടു നമ്മൾ പറയുന്നത് യെസ്, ദൈവഭാഗത്ത് വന്ന് ക്രിസ്ത്യാനിയായി കഴിയുമ്പം രക്ഷ എന്ന ആ ലോങ് റോഡിൽ നമ്മൾ എത്തി. ഇനിയും നമ്മുടെ പുത്രത്വത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന, നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പാകുന്ന പുത്രത്വം പ്രാപിക്കുമ്പോഴാണ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവിലാണ് നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭരണം കൊണ്ട്. അതുവരെ ആ കാലഘട്ടത്തിൽ നമ്മൾ സർട്ടൻ ലെവൽ ഓഫ് നോളജ് തിരുവെഴുത്തുകളെ പറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്. അവിടെ വേറൊരു കാര്യം, അവിടെ തിരുവെഴുത്തെന്ന് പറയുന്നത് അന്ന് പുതിയ നിയമം എഴുതി തീർത്തിട്ടില്ല. അവിടെ തിരുവെഴുത്തെന്ന് പറയുന്നത് വിശുദ്ധ പഴയ നിയമത്തെ പറ്റിയാണ്. ഇന്ന് ആൾക്കാർ വരുന്ന പഴയ നിയമം കീറിക്കളഞ്ഞേക്കാനാണ്. ഈ പഴയ നിയമം കീറിക്കളഞ്ഞേക്കാൻ പറയുന്ന ആളുകൾ എന്ത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പറയുന്നത്? നമ്മുടെ അൾട്ടിമേറ്റ് സാൽവേഷൻ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തുകൾ എന്ന് അവിടെ ഉദ്ദേശിച്ച പഴയ ദൈവത്തെപ്പറ്റി സർട്ടൻ ലെവൽ ഓഫ് നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ദൈവത്തെ പറ്റിയുള്ള അറിവ് നമുക്ക് തന്ന്
നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുക എന്നുള്ളത് സുവിശേഷന്മാരുടെയും സഭയുടെയും ദൈവമക്കളുടെയും പാസ്റ്റർമാരുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ്. ബട്ട് വൺസ് വി ബിക്കം ദി ചിൽഡ്രൻ ഓഫ് ഗോഡ്, നമ്മൾ ദൈവമക്കളായിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ ആ ജ്ഞാനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വളരുക എന്നുള്ളത്. അതിന് നമ്മളെ സഹായിക്കുന്നതിനാണ് നമ്മുടെ സഭകളും ബൈബിൾ കോളേജിലും നമ്മുടെ കൺവെൻഷനും ബാക്കി എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോഴത്തെ വളരെ വഷളായ സഭാ രാഷ്ട്രീയം, നേതൃത്വത്തിന് വേണ്ടിയുള്ള മത്സരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് പെന്തക്കോസ്ത് സഭകളും അവർക്ക് ദൈവമക്കളെ, അവരുടെ വിശ്വാസികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഉള്ള ഒരു സാഹചര്യമുള്ളതല്ല ലോക്കൽ ചർച്ചസ് പോലും. കാരണം ലോക്കൽ ചർച്ചിലെ പാസ്റ്ററൊക്കെയാണ് ഈ ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാൻ പോകുന്നത്. അപ്പം അവർക്കൊന്നും തിരുവെഴുത്ത് മുഴുവൻ പഠിച്ച് ദൈവമക്കളെ അത് പഠിപ്പിച്ച് അവരെ അതിൽ ഉത്കൃഷ്ടരാക്കാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ താല്പര്യമോ സാഹചര്യമോ ഇന്ന് നമ്മൾ കാണുന്നില്ല. പിന്നെ നമ്മുടെ സഭായോഗങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും പെർഫോമൻസ് ആണല്ലോ. അവിടെ ഒരുപാട് ചടങ്ങുകൾ നടക്കാനുണ്ടാണ്. അങ്ങനെ ഇടയ്ക്ക് ഒരു ചടങ്ങാണ് വചന ശുശ്രൂഷയും. പക്ഷെ അതങ്ങനെ അല്ലായിരുന്നു, അങ്ങനെ ആയിരിക്കരുത്. അപ്പോൾ ദീർഘമായ വചന ശുശ്രൂഷയും ആഴമേറിയ വചനധ്യാനങ്ങളും നമ്മുടെ സഭായോഗങ്ങൾ പോലും നമുക്ക് ലഭിക്കുന്നില്ല. മുമ്പൊക്കെ ആണെങ്കിൽ ശ്രേഷ്ഠന്മാരെ, ദേവദാസന്മാർ ഒരാഴ്ചയൊക്കെ സ്ഥിരമായിട്ട് ചർച്ചിൽ വന്നിട്ട് ഏതെങ്കിലും വിഷയത്തെ ആസ്പദമാക്കി ബൈബിൾ സ്റ്റഡി നടക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ കാര്യങ്ങളുമില്ല. അപ്പോൾ സംഭവിക്കുന്ന എന്താണ്? രക്ഷയ്ക്ക് ജ്ഞാനിയാക്കേണ്ട തിരുവെഴുത്ത് നമുക്ക് നഷ്ടമാകുന്നു. തിരുവെഴുത്ത് അങ്ങനെ നഷ്ടമായി പോയി കുഴപ്പം എന്തുവാ? ബാധിക്കുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് എൻഡ് ഓഫ് സാൽവേഷനെയാണ്. ദൈവമക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, നമ്മുടെ യാതനകൾക്ക് മറുപടി തരുന്നു. ഇത് നമ്മുടെ മാത്രമാണോ? സകല സൃഷ്ടിയോടും ദൈവത്തിന് കാരണം തോന്നുന്നു. അവരെല്ലാം സ്നാനപ്പെട്ടതല്ലോ, രക്ഷിക്കപ്പെട്ടതല്ലോ. പക്ഷെ കുഞ്ഞാടിൻ്റെ മണവാട്ടി കാഹളത്തിൽ എടുക്കപ്പെടുക എന്നുള്ളത് ഗൗരവകരമായ കാര്യമാണ്. അതിന് വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിച്ചേ പറ്റൂ, മനസ്സിലാക്കിയേ പറ്റൂ. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കും തിരുവെഴുത്ത്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പം ഒരു ദൈവവൈതലിന് എനിക്ക് ഈ തിരുവെഴുത്തുകൾ മുഴുവൻ അറിയണം. എന്തിനാ? ഞാൻ അനുസരിക്കണമെന്ന് എൻ്റെ ദൈവം എന്നോട് എന്ത് ആവശ്യപ്പെട്ടുണ്ട് തിരുവെഴുത്തിൽ? അത് ഈ തിരുവെഴുത്തിൽ നിന്ന് പഠിച്ച് ഈ ഭൂമിയിൽ, ഈ ജീവിതത്തിൽ അത് മുഴുവൻ അനുസരിച്ചിട്ട് എനിക്ക് എൻ്റെ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കണം. അവിടെ ചെന്ന് എന്നോട് നീ ഇതിനോട് അനുസരിച്ചില്ലോടാ എന്ന് പറയുമ്പോഴല്ല, ഈ ഭൂമിയിൽ വെച്ച് ഞാൻ അനുസരിക്കാൻ എൻ്റെ ദൈവം എനിക്ക് എഴുതി തന്ന വിശുദ്ധ തിരുവെഴുത്ത് മുഴുവനും മനസ്സിലാക്കിയിട്ട് അതിൽ ഞാൻ അനുസരിക്കേണ്ട കാര്യം മുഴുവൻ അനുസരിച്ചിട്ട് നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ മകനെ എന്ന് വിളി കേൾക്കാനുള്ള പ്രാഗൽഭ്യത്തോടുകൂടി ആയിരിക്കണം അവിടെ നിൽക്കേണ്ടത്. അപ്പം ഒരു സാധാരണ ദൈവവൈതലിന്, ഹൗസ് വൈഫ്, ജോലിക്കാര്, അല്ലെങ്കിൽ സുവിശേഷ വേലക്കാർ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാ ദിവസവും തിരുവെഴുത്തിലെ പ്രസക്തമായൊരു ഭാഗം എൻ്റെ മൂലഭാഷയിൽ പോയി എടുത്ത് പൊരുൾ തിരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ വീഡിയോ ആക്കി പ്രൈവറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് മാത്രം അയച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി. അപ്പോൾ ചില എന്നോട് ചോദിക്കും, സാർ ഇതിൻ്റെ പരീക്ഷ എപ്പോഴാണ്? നല്ല ചോദ്യമല്ലേ. നമ്മളൊരു കോഴ്സൊക്കെ പഠിച്ച പരീക്ഷയൊക്കെ ഉണ്ടായോ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണല്ലോ ഭാഗ്യവാൻ. അത് ഞാൻ ചിരിക്കാനൊരു കാര്യമുണ്ട്. ഇങ്ങനെയാണത്. ഈ ഓരോ സബ്ജക്റ്റും നമുക്ക് അറിയാവുന്നുള്ളതിൻ്റെ തെളിവ് പരീക്ഷ വ്യത്യസ്തമായ രീതിയിലാണ്. ഒരുത്തൻ കരാട്ട പഠിച്ചതിന് ബ്ലാക്ക് ബെൽറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കരാട്ടയെ പറ്റി എസ്സേ എഴുതി കൊടുത്താൽ ബ്ലാക്ക് ബെൽറ്റ് കിട്ടത്തില്ല. അവൻ ഗ്രൗണ്ടിൽ ഇറങ്ങി ഫൈറ്റ് ചെയ്യണം. ഗ്രൗണ്ടിൽ ഫൈറ്റ് ചെയ്ത് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ബ്ലാക്ക് ബെൽറ്റ് കിട്ടത്തുള്ളൂ. ഹിസ്റ്ററി പഠിച്ച സ്റ്റുഡൻറ്റ് പോയി യുദ്ധം ചെയ്തല്ല ഹിസ്റ്ററി പഠിച്ചും തെളിയിക്കേണ്ടത്, എസ്സേ ആയിട്ട് കടലാസിൽ എഴുതി വെച്ച. കെമിസ്ട്രി സ്റ്റുഡൻറ്റ് കെമിസ്ട്രി അറിയാൻ തെളിയിക്കേണ്ടത് കെമിസ്ട്രി ലാബിൽ പോയി കെമിക്കൽസ് മിക്സ് ചെയ്ത് കാണിച്ചിട്ടാണ് തെളിയിക്കേണ്ടത്, അല്ല അതിനെപ്പറ്റി ഒരു പ്രസംഗിച്ചിട്ടല്ല. ഇനി മ്യൂസിക് സ്റ്റുഡൻറ്റോ പാട്ട് പാടി കേൾപ്പിച്ചിട്ടാ.
ഇതൊക്കെ സെക്യുലർ സബ്ജക്ട്സ് ആണെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തുകൾ അറിയാം പഠിച്ചു എന്നുള്ളൊരു തെളിവെന്ത്? പരീക്ഷ എന്തുവാ? അതിന് 2 പരീക്ഷയാണ്. ഒന്നാമത്തെ പരീക്ഷ എൻ്റെ ലൈഫ്. ഞാൻ പഠിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നുണ്ടോ? ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ? ആളുകൾക്കത് കാണാൻ കഴിയുന്നുണ്ടോ? തിരുവെഴുത്തുകൾ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതായി മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നുവോ? അതാണ് തിരുവെഴുത്ത് പഠിക്കുന്നതിനുള്ള ഒന്നാമത്തെ തെളിവ്. പരീക്ഷ നമ്മുടെ സ്വന്തം ലൈഫാണ്. 2, നമ്മുടെ ശുശ്രൂഷയാണ്. ഇപ്പോൾ ഒരാൾക്ക് സ്നാനത്തെപ്പറ്റി ഒരു 3 പേജ് എസ് എഴുതി തന്നു. നല്ല എസ് ആകട്ടോ. പക്ഷെ സ്നാനപ്പെടുത്താൻ പുള്ളിക്ക് അറിയത്തില്ല. തിരുവത്താഴത്തെപ്പറ്റി നല്ല ഗംഭീരമായ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു, ഇരുവെട്ടുപുറത്തും. പക്ഷെ തിരുവത്താഴത്തിന് അപ്പം പിഞ്ഞും വാഴ്ത്താൻ ശുശ്രൂഷ നടത്താൻ അറിയത്തില്ല. വിശുദ്ധിയുടെ ഉപദേശത്തെപ്പറ്റി നല്ല ലേഖനം എഴുതി തന്നു, 100% മാർക്ക് മേടിച്ചു. എന്നിട്ട് ഇവൻ ബീഡി മരിച്ചതിന് വഴി നടക്കുക. നല്ല കാര്യമുണ്ടോ? അപ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകളുടെ ജ്ഞാനം ജീവിതത്തിലും ശുശ്രൂഷയിലുമാണ് തെളിയിക്കേണ്ടത്. എങ്ങനെയല്ല? കടലാസിൽ എസ് എഴുതി 150 പേജിൻ്റെ അല്ലെ 1500 പേജിൻ്റെ പ്രോജക്റ്റ് വർക്ക് എഴുതി അല്ലെങ്കിൽ തീസിസ് എഴുതി തെളിയിക്കേണ്ടതല്ല. നമ്മുടെ ബൈബിൾ കോളേജുകളും നമ്മുടെ സെമിനാറുകളും കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്, അവരിത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനാണ് സ്റ്റുഡൻസിനെ പ്രേരിപ്പിക്കേണ്ടത്. എന്തിനല്ല? കടലാസിൽ എഴുതി കൊടുക്കുന്നവന് കൂടുതൽ മാർക്ക് കൊടുക്കുന്ന പരിപാടിയല്ല. കാരണം ഇത് ലൈഫാണ്. എ ചേഞ്ച്ഡ് ലൈഫ് ക്യാൻ ചേഞ്ച് അനദർ ലൈഫ്. തിരുവെഴുത്തുകൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റമായി പരിണമിക്കുന്നത്. അത് ചെയ്യുന്നില്ല. മറിച്ച് എന്ത് നടക്കുന്നുണ്ട്? പേപ്പർ വർക്ക് നടക്കുന്നുണ്ട്, എസ് എഴുതുന്നുണ്ട്, തീസിസ് എഴുതുന്നുണ്ട്. കേരളത്തിലൊരു ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൽ എൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാൻ വിളിച്ച് സംസാരിച്ച് പറഞ്ഞു, സാറേ എക്സാം ടൈം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്രൂശിൻ്റെ ധീര പോരാളികൾ, സുവിശേഷത്തിൻ്റെ ധീര ഭടന്മാർ എസ് എഴുതി പഠിക്കുമായിരിക്കും. എസ് എഴുതി പ്രാക്ടീസ് അതാ. സുവിശേഷത്തിൻ്റെ ധീര ഭടന്മാരല്ലേ പോർക്കളത്തിൽ അധ്വാനിക്കുന്നതിന് വേണ്ടി എസ് എഴുതി പഠിക്കുമായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ സർക്കാസ്റ്റിക്കായിട്ട് തന്നെ പറഞ്ഞതാ. ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. വിശുദ്ധ തിരുവെഴുത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ ശ്രമിക്കണം, പഠിപ്പിക്കണം. അപ്പോൾ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയിൽ ഞങ്ങളിതെല്ലാം പഠിപ്പിച്ച എസ്സേ ആക്കി, വീഡിയോ ആക്കി ഒരാൾക്ക് അയച്ചു കൊടുക്കുകയും, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ, എൻ്റെ ഫോൺ നമ്പർ അറിയാമല്ലോ, ആ ഫോൺ നമ്പർ വിളിച്ച് പറഞ്ഞാൽ മതി, ആ സംശയം ക്ലിയർ ചെയ്യും. എപ്പോൾ വീഡിയോ നഷ്ടമായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒറ്റ ടെലിഫോൺ കോൾ അന്നേരം ആ വീഡിയോ നിങ്ങൾക്ക് തിരിച്ചു തരും, ഇട്ട് തരും. ഇങ്ങനെ കർത്താവ് 3 വർഷം എടുത്തു ഒരു ബേസിക് അറൗണ്ട് പഠിപ്പിച്ച് തീർക്കാൻ. അതുകൊണ്ട് തീർന്നില്ല കേട്ടോ. 3 വർഷം കൊണ്ട് വിശുദ്ധ തിരുവെഴുത്തുകൾ എഴുതിയ ഭാഷയിൽ നിങ്ങൾക്ക് പൊരുതെളിച്ചു തരുന്ന വളരെ ഇൻറ്റൻസീവായ സമഗ്രമായ ഒരു വേദപുസ്തക പഠന പരിപാടിയാണ് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി. ഇതിൽ ചേർന്ന് പഠിക്കുവാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഈ ബാച്ചിലേക്ക് കുറച്ച് സീറ്റുകൾ കൂടെ ബാക്കിയുണ്ട്. മാർച്ച് 1 ആരംഭിക്കുന്നതാണ്. ഈ കൊടുത്തിരിക്കുന്നത് എൻ്റെ ടെലിഫോൺ നമ്പറും എൻ്റെ അഡ്മിൻ ടീമിൻ്റെ ടെലിഫോൺ നമ്പറുമാണ്. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാവുന്നതാണ്. യു ക്യാൻ കോൾ ഫ്രം എനി കൺട്രി, എനിവെയർ ഇൻ ദ വേൾഡ്. May the Lord bless all of you abundantly, exceedingly. Thank you very much. Bye.